3ds Maxൽ ഒരു കാർ ആനിമേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയിട്ടുണ്ടോ? ഒരുപാട് സമയമെടുക്കുന്ന കാറിന്റെ റിഗ്ഗിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ഒരു പാത്തിലൂടെയോ സ്ട്രെയിറ്റ് ആയോ കാറിനെ ആനിമേറ്റ് ചെയ്യുന്നതും, ആ ഒരു കാർ ആനിമേഷനെ കൂടുതലായി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിന് ഡ്രിഫ്റ്റിംഗ്, സസ്പെൻഷൻ, ബ്രേക്കിംഗ് ഇതെല്ലാം ചെയ്യുന്നതിന് പലർക്കും മണിക്കൂറുകളാണ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇനി ഇതെല്ലാം ചെയ്യുന്നതിനായി ഒരു കാറിന്റെ ബോഡിയും അതിന്റെ 4 വീലും മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. റിഗ്ഗിംഗ് മുതൽ പാത്ത് ഡ്രൈവ്, മൾട്ടിപ്പിൾ ഗ്രൗണ്ട്സ് ഫോളോയിങ്, ഡ്രിഫ്റ്റ്, ബ്രേക്ക് അങ്ങനെയെല്ലാം HP-ന്റെ 3D അക്കാഡമി ഡെവലപ്പ് ചെയ്ത ഡോക്ടർ ഡ്രൈവ് പ്രോയിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ പ്ലഗിൻ എങ്ങനെ യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് ഈ പ്ലഗിന്റെ മെയിൻ ഫീച്ചേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു തരാം. കൂടാതെ HP-യുടെ സ്റ്റുഡൻസിനും സബ്സ്ക്രൈബേഴ്സിനും ഈ പ്ലഗിൻ എങ്ങനെ ഫ്രീ ആയി ആക്സസ് ചെയ്യാമെന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ HMedia. ഡോക്ടർ ഡ്രൈവ് പ്രോ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കാറാണ് ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പ്ലഗിൻ യൂസ് ചെയ്യുന്നതിന് മുൻപേ ആനിമേറ്റ് ചെയ്യേണ്ട കാർ അതിൻ്റെ 4 വീലുകളും സെപ്പറേറ്റ് ആയിരിക്കണം. കൂടാതെ ഈ വീലുകൾ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ബോഡിയുമായി ലിങ്ക് ക്രിയേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ ഒരു കാർ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു വീലുകളും ഇതുപോലെ മൂവ് ആവുകയും അതുപോലെ ഇൻഡിവിജ്വലായി ഈ ഒരു കാറിൻ്റെ വീൽസിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ കാർ ഇവിടെ ഡോക്ടർ ഡ്രൈവ് പ്രോ യൂസ് ചെയ്ത് ആനിമേറ്റ് ചെയ്യാൻ റെഡിയാണ്. ഇനി ഒരു കാറിൻ്റെ റിഗാണ് ഡോക്ടർ ഡ്രൈവ് പ്രോ യൂസ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു കാറിൻ്റെ ബോഡിയും ഇതിൻ്റെ 4 വീലുകളും ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇവിടെ ഓട്ടോ ഡിറ്റക്ട് 5 എന്ന ഈ ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ഈ ഒരു കാറിൻ്റെ ബോഡിയും 4 വീലും സെലക്ട് ചെയ്തതിന് ശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഇതിൻ്റെ ബോഡിയും ഇതിൻ്റെ വീൽസും എല്ലാം ഇതിലേക്ക് അസൈൻ ആകുന്നതാണ്. ഇവിടെ ഇൻഡിവിജ്വലായി നമുക്ക് ഇതിൻ്റെ ബോഡിയും വീൽസും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. പക്ഷെ ഓട്ടോ ഡിറ്റക്ട് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ക്വിക്കായി നമുക്ക് ഈ ഒരു സെറ്റിംഗ് ഇതിൽ ചെയ്യാവുന്നതാണ്. ഇനി ക്രിയേറ്റ് വെഹിക്കിൾ റിഗ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഒരു കാറിൻ്റെ റിഗ് ഇതിൽ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഈ റിഗ് കൺട്രോളർ നമ്മൾ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ കാറിനോടൊപ്പം അതിൻ്റെ വീൽസും സ്പിൻ ചെയ്ത് മൂവ് ചെയ്യുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിതുപോലെ ഒരു കാർ മൂവ് ചെയ്ത് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ മെയിൻ റിഗ് കൺട്രോളർ സെലക്ട് ചെയ്താലാണ് ഇതുപോലെ മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ റിഗ് കൺട്രോളറിൻ്റെ സെലക്ഷൻ മിസ്സാവുകയാണെങ്കിൽ ഈ ഒരു കാറിൻ്റെ താഴെ കാണുന്ന ഈ ഒരു ഡമ്മിയിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഡോക്ടർ ഡ്രൈവ് പ്രോയിലെ താഴെ കാണുന്ന സെലക്ട് മാസ്റ്റർ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി ഈ ഒരു കാറിനെ ഡ്രൈവ് ചെയ്യുന്നതിന് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പാത്തും നമുക്കിതിൽ യൂസ് ചെയ്യേണ്ട ഗ്രൗണ്ട്സുമാണ്. ഇവിടെ ലൈൻ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു പാത്ത് ഇതിൽ ക്രിയേറ്റ് ചെയ്തതായി കാണാവുന്നതാണ്. ഇവിടെ പിക്ക് പാത്ത് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പാത്ത് ഇതിലേക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ പാത്ത് ഇതിൽ സെലക്ട് ആയതായി കാണാവുന്നതാണ്. ഇനി മൾട്ടിപ്പിൾ ഗ്രൗണ്ട് സർഫസസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്ലെയിൻ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ 2 ഗ്രൗണ്ട് സർഫസുകളാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനായി ഈ ഗ്രൗണ്ട് സർഫസുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് ആഡ് സെലക്റ്റഡ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ സർഫസുകൾ ഇതിലേക്ക് ആഡ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഇനി ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായി സ്റ്റാർട്ട് ഫ്രെയിം, എൻഡ് ഫ്രെയിം, കീ ഫ്രെയിം ഗ്യാപ്പ് ഇതെല്ലാം ഇവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ 0 to 300 ഫ്രെയിംസ് ആണ് ഇതിൻ്റെ ആനിമേഷനായി സെറ്റ് ചെയ്യുന്നത്. അതുപോലെ കീ ഫ്രെയിം ഗ്യാപ്പ് ഡിഫോൾട്ട് വാല്യൂ ആയ 5 തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ കാണാവുന്നതാണ്. പാത്ത് യൂസ് ചെയ്യാതെ സ്ട്രെയിറ്റ് ഡ്രൈവ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസിൽ വാല്യൂ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ പാത്ത് യൂസ് ചെയ്തുകൊണ്ടുള്ള ആനിമേഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി ബേക്ക് പാത്ത് ഡ്രൈവ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ഉടനെ നമ്മൾ സെലക്ട് ചെയ്ത ഫ്രെയിംസിൽ ഈ ഒരു ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ആനിമേഷൻ ഇതിൽ പ്ലേ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഒരു എൻഡ് ഫ്രെയിം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആനിമേഷൻ്റെ സ്പീഡ്, ലെങ്ത് തുടങ്ങിയ ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 500 ഫ്രെയിംസ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി വീണ്ടും ബേക്ക് പാത്ത് ഡ്രൈവ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ആനിമേഷൻ 500 ഫ്രെയിംസിലേക്ക് ഇവിടെ അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും പ്ലേ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ 500 ഫ്രെയിംസ് സെലക്ട് ചെയ്തപ്പോൾ ഈ ഒരു ആനിമേഷൻ്റെ സ്പീഡും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ
പാത്ത് സെറ്റ് ചെയ്ത് ആ പാത്തിലൂടെ വളരെ ഈസിയായി ഏതൊരു കാറിനെയും ആനിമേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു അൺഈവൻ റോഡിൽ സസ്പെൻഷനോട് കൂടിയ ഗ്രൗണ്ട് ഫോളോയിങ് നമുക്കിതിൽ കാണാവുന്നതാണ്. ഡോക്ടർ ഡ്രൈവ് പ്രോയിലെ മെയിൻ ഫീച്ചേഴ്സിൽ ഒന്നാണിത്. നമ്മൾ ആഡ് ചെയ്യുന്ന ഗ്രൗണ്ട്സിനനുസരിച്ച് പ്രോപ്പർ സസ്പെൻഷനോട് കൂടി നമുക്കിതിൽ ആനിമേഷൻ ലഭിക്കുന്നതാണ്. ഇനി നമ്മളുടെ കാർ ആനിമേഷൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിന് ഡ്രിഫ്റ്റിംഗ്, ബ്രേക്ക് അങ്ങനെ കുറച്ച് ഓപ്ഷനുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യേണ്ട ഏരിയ, നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യേണ്ട ആംഗിൾ, ഇതെല്ലാം ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. എവിടെയാണോ ഡ്രിഫ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫ്രെയിമിൽ നമ്മളെ കാർ എത്തിയ ശേഷം ഫിക്സഡ് ഡ്രിഫ്റ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ ഡ്രിഫ്റ്റ് ആകുകയും കാർ ബ്രേക്ക് ആവുന്നതുമാണ്. നമുക്കിനി ഒരു ആനിമേഷൻ പ്ലേ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു കാറിൽ ഈ ഒരു ഡ്രിഫ്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡ്രിഫ്റ്റിംഗ് എഫക്റ്റ് റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ഡ്രിഫ്റ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ ആ ഡ്രിഫ്റ്റ് ഇല്ലാതെ വീണ്ടും പഴയതുപോലെ നമ്മളുടെ ആനിമേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇനി അടുത്തതായി ഈ ഒരു കാറിൻ്റെ ആനിമേഷൻ നമുക്ക് വേണ്ട ഒരു ഏരിയയിൽ ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിതിൽ ബ്രേക്ക് എന്ന ഒരു ഓപ്ഷനും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എവിടെ വെച്ചിട്ടാണ് ഇത് ബ്രേക്ക് ചെയ്ത് പ്രോപ്പർ സസ്പെൻഷനോട് കൂടി ഈ ഒരു കാറിൻ്റെ ആനിമേഷൻ സ്റ്റോപ്പ് ആകേണ്ടത്? ആ ഒരു ഫ്രെയിം നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം ബ്രേക്ക് നൗ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മളീ ഒരു കാർ ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് പ്ലേ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. വളരെ ഈസിയായി നമ്മൾ ഇതുപോലെ ഒരു ആനിമേഷൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷവും ആ ബ്രേക്ക് റിലീസ് ചെയ്ത് കാറിൻ്റെ ആനിമേഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ റിലീസ് ബ്രേക്ക് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാർ ആ ബ്രേക്കിങ്ങിന് ശേഷം വീണ്ടും മുന്നോട്ട് പോകുന്നതായി കാണാവുന്നതാണ്. ഇവിടെ ഡോക്ടർ ഡ്രൈവ് പ്രോ 2.1 കൺട്രോൾസും ഇതിൽ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള വെഹിക്കിൾ പ്രിസെറ്റ്സ് ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. സിറ്റി കോമ്പാക്റ്റ്, സ്പോർട്ട് കൂപ്പ്, SUV, പിക്കപ്പ്, റാലി, ഹെവി വാൻ തുടങ്ങിയ വെഹിക്കിൾസിൻ്റെ പ്രിസെറ്റ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള പ്രിസെറ്റുകൾ സെലക്ട് ചെയ്ത് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലൂടെ വളരെ റിയലിസ്റ്റിക് ആയ കാർ ആനിമേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതുപോലെ ഒരു കാറിൻ്റെ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ആനിമേഷനെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിയർ കീസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു കാറിൻ്റെ ആനിമേഷൻ കംപ്ലീറ്റ് ആയി റീസെറ്റ് ആകുന്നതാണ്. ഇനി ഒരു കാറിൻ്റെ റിഗ് ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റിമൂവ് റിഗ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതുമാണ്. ഇതിലൂടെ വളരെ ഈസിയായി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആനിമേഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. hmedia3d.gumroad.com ഈ പ്ലഗിൻ അവൈലബിൾ ആണ്. $10 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ HMediaയുടെ സ്റ്റുഡൻസിനും ഫോളോവേഴ്സിനും HMediaയുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുന്നതിലൂടെ ഈ വീഡിയോയുടെ പോസ്റ്റിൽ നിന്നും ഈ പ്ലഗിൻ്റെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് ആക്സസ് ചെയ്ത് ഇത് തികച്ചും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിനെ നമ്മളുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി സ്ക്രിപ്റ്റിങ്ങിൽ റൺ സ്ക്രിപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഡോക്ടർ ഡ്രൈവ് പ്രോ ഈ ഒരു MCP ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിനെ മെയിൻ ടൂൾ ബാറിലേക്ക് ഒരു ബട്ടണായി ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യാം. ടൂൾ ബാർസിൽ കാറ്റഗറിയിൽ HMedia 3D അക്കാഡമിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളുടെ പ്ലഗിൻ കാണാവുന്നതാണ്. ഇനി മെയിൻ ടൂൾ ബാറിലേക്ക് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ആക്ഷനിൽ നിന്നും നമ്മളുടെ ഒരു പ്ലഗിൻ ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ടൂൾ ബാറിനെ ഡ്രാഗ് ചെയ്ത് നമ്മളെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ 3D പ്രോജക്റ്റുകളിൽ കാറിനെ ആനിമേറ്റ് ചെയ്ത് കാറിൻ്റെ ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഡോക്ടർ ഡ്രൈവ് പ്രോ എന്ന ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. 3D വിഷ്വലൈസേഷൻ സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ലൈവ് കോഴ്സുകൾ HMediaയിൽ അവൈലബിൾ ആണ്. ബെറ്റർ റെൻഡർ ക്വാളിറ്റിയിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, 3D വിഷ്വലൈസേഷനിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഓൺലൈനിൽ ലൈവ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി
വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.